കൺവീനറായി വരുമ്പോൾ ആദ്യം നേരിട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ PV അൻവർ ഉയർത്തിവിട്ട വിവാദമായിരുന്നു. അത് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരിനെ ഒരു ഘട്ടം വരെ പിടിച്ചുലച്ചു. ആഭ്യന്തര വകുപ്പിനെതിരെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA തന്നെ അത്തരമൊരു ആരോപണം ഉന്നയിക്കുക, ഇടതുപക്ഷ പാർലമെന്ററി പാർട്ടി അംഗമായ ഒരു MLA അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും മുന്നണിക്കുള്ളിൽ ഒരാശങ്ക ഉണ്ടാവില്ലേ ശ്രീ TP രാമകൃഷ്ണൻ? മുന്നണിയുടെ നിലപാട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടല്ലോ, പാർട്ടിയുടെ നിലപാട് വിശദീകരിച്ചു. അൻവർ ഒരു ആരോപണം, അൻവർ ഒരു CPIM-ന്റെ അംഗമല്ല, അൻവർ ഒരു സ്വതന്ത്രനാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ. അദ്ദേഹം ഇപ്പോൾ CPIM-ന്റെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമാണ്. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ ആരോപണം ഉന്നയിച്ച മറ്റ് വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഒത്തിരി നിശ്ചയമായിട്ടും പരിശോധിക്കുമല്ലോ. അദ്ദേഹം ആരോപണം ഉന്നയിച്ചു, ജനങ്ങൾ മുമ്പിൽ ഉന്നയിച്ചു. ആ ആരോപണത്തെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്വേഷണം നടത്തി കുറ്റക്കാരെങ്കിലും തെളിയിക്കപ്പെട്ടാൽ, ആരെങ്കിലും കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്യാനുണ്ടായി. അപ്പോൾ അത് ആ നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനോ മുന്നണിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈസിസ് ഇതിൻ്റെ ഭാഗമായിട്ട് നേരിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള വസ്തുത. PV അൻവർ ഉയർത്തിവിട്ട വിവാദം ആ അർത്ഥത്തിൽ TP പറയുന്നത് പോലെ ലഘൂകരിച്ച് കാണാൻ കഴിയുമോ? കാരണം CPM-ന്റെ ഒരു രീതി അനുസരിച്ച് CPM അംഗമല്ലെങ്കിൽ കൂടി CPM സഹയാത്രികനായ CPM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമായ PV അൻവർ യഥാർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കേണ്ടിയിരുന്നത് ആദ്യം പാർട്ടി ഫോറങ്ങളിലോ അതല്ലെങ്കിൽ മുന്നണി യോഗങ്ങളിലോ ആയിരുന്നില്ലേ? അതിനു പകരം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ വരുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ P ശശിക്കെതിരെയുള്ള ആരോപണം ഉന്നയിക്കുന്നു. അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ മുന്നണിക്ക് പുറത്തൊരു പൊതുസമൂഹത്തിൽ ഉന്നയിക്കുക വഴി ആഭ്യന്തര വകുപ്പിനെ യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കി എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലേ TP രാമകൃഷ്ണൻ? ഞാൻ അത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പല ഘട്ടങ്ങളിലായി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അൻവറിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടനെ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നുള്ളതാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വീകാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനുശേഷം ഈ വിവാദങ്ങളെല്ലാം കത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേരുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പൊതു നിലപാട് ഞാൻ അന്ന് മാധ്യമങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു വിശദീകരണത്തിലേക്ക് പോകാൻ നിങ്ങളിപ്പോൾ ഞാനില്ല. നിങ്ങൾ അതിന് ദയവേദി തന്നെ നിർബന്ധിക്കില്ല. തീർച്ചയായിട്ടുമില്ല, അങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്നില്ല. നമ്മൾ തുറന്ന് സംസാരിച്ചതിന്റെ ഭാഗമായി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി, ഈ PV അൻവർ ഉയർത്തിവിട്ട വിഷയങ്ങളോട് CPIയുടെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു ശ്രീ TP. അതിൽ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ അങ്ങ് ജനയുഗം വായിച്ചോ എന്നറിയില്ല, ജനയുഗത്തിൽ പ്രകാശ് ബാബു അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ADGP RSS നേതാക്കളെ എന്തിന് കണ്ടു എന്നത് വിശദീകരിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഇന്നിപ്പോൾ പ്രകാശ് ബാബു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ADGPക്കെതിരെ വിജിലൻസിൻ്റെ അന്വേഷണം ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ആ അർത്ഥത്തിൽ ADGPയെ വിശ്വാസത്തിലെടുത്തിരിക്കുകയാണോ സർക്കാർ? ഇതിനോടുള്ള CPIയുടെ പ്രതികരണത്തിന് ഇനി എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? CPIക്ക് ഇതിനകത്തൊരു അതൃപ്തിയുണ്ട് എന്നത് താങ്കൾക്കും ബോധ്യപ്പെട്ട വിഷയമല്ലേ? ADGPയോടുള്ള നിലപാടെന്ത് എന്നുള്ളത് സർക്കാർ തന്നെയാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം സർക്കാരിൻ്റെ സമീപനം എന്താണെന്നുള്ളത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതെല്ലാം അനുസരിച്ചുള്ള നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. CPI ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സ്വതന്ത്രമായ നിലപാട് സ്വാഭാവികമായിട്ടും ആ പാർട്ടി ഉയർത്തും. അതിലൊരു തെറ്റ്, അദ്ദേഹം അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ള പശ്ചാത്തലത്തിലാണ് LDF യോഗം ചേർന്നത്. ഇപ്പോൾ ഞാൻ ഇന്നത്തെ ജനയുഗം ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ പ്രകാശ് ബാബു പറഞ്ഞതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ പറയുന്നത് ആരെങ്കിലും കണ്ടോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം, എന്തിന് കണ്ട് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ADGP RSS നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിന് കണ്ടു എന്നുള്ളതാണ് പരിശോധിക്കേണ്ട വിഷയം. തീർച്ചയായും അത് സർക്കാർ പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ആ അഭിപ്രായം തന്നെയാണ്
പ്രകാശ് ബാബു മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ അതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, എം.ആർ. അജിത് കുമാറിനെ മാറ്റണമെന്നാണ് കെ പ്രകാശ് ബാബു ഈ ലേഖനത്തിൽ പറയുന്നത്. അത് ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ആരോപണം എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ആ ആരോപണം പരിശോധന നടത്തി, അന്വേഷണം നടത്തി, ആരെങ്കിലും കുറ്റവാളി ആണ് എന്നുള്ള നില വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നുള്ളതാണ് ഗവൺമെൻറ് സ്റ്റാൻഡ്. അതാണ് ശരിയായ നിലപാട്. അതിൽ ആർക്കും തർക്കിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഇതാണ് നിലപാട്. ശരി, ആ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തമാണ്. ഈ പോലീസിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടണം എന്നുള്ളത് പൊതുവേ ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിൽ ഒരു വലിയ ചർച്ചയെ വന്നിട്ടുണ്ട്. അതിൽ പല ആളുകളും, നേതാക്കന്മാരെല്ലാം നമ്മളുമായി സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം, അണികളും പറയുന്നൊരു കാര്യം, ചിലയിടങ്ങളിലെങ്കിലും പോലീസിന് ഈ സ്വയംഭരണം കിട്ടിയിരിക്കുന്നത് പാർട്ടി പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നുവെന്നാണ്. നേതാക്കന്മാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനും കാര്യങ്ങൾ പറയാനുമുള്ളൊരു സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പരക്കൊരു വിമർശനമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ പോലീസിങ്ങിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി അതൊരു ഭാഗത്ത് ഉണ്ട് എന്നത് പി.വി. അൻവർ അടക്കം പുറത്തു പറയുമ്പോൾ അത് നിയന്ത്രിക്കപ്പെടേണ്ടതല്ലേ? ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ മന്ത്രി അബ്ദുറഹ്മാനും റിപ്പോർട്ടറിനോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ വ്യക്തമാക്കുന്ന ഒരു പ്രശ്നം, എല്ലാ കാലത്തും പോലീസ് സ്വീകരിച്ച നിലപാട് കേരളത്തിൻ്റെ മുമ്പിലുള്ള അനുഭവങ്ങളാണ്. എല്ലാ കാലത്തും പോലീസിനകത്ത് ചില തെറ്റായ പ്രവണതകൾ സ്വീകരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തെറ്റായ പ്രവണതകൾ വന്നു കഴിഞ്ഞാൽ അതിനോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം തെറ്റായ പ്രവണതകൾ വന്ന സന്ദർഭങ്ങളിൽ അവർക്കെതിരെ കർശനമായ നിലപാടുകൾ എടുത്തത്, നടപടികൾ സ്വീകരിച്ച അനുഭവം കേരളത്തിന് മുമ്പിലില്ലേ? ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്ന സമയത്തും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ വലിയ അംഗീകാരം ലഭിച്ചില്ലേ? ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള അനുഭവമല്ലേ? ഏതെങ്കിലും കുറ്റവാളിയെ സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കാൻ കഴിയാത്ത നിലപാട് സ്വീകരിച്ച് പോലീസിനകത്ത് തന്നെ ചിലപ്പോൾ ഉയർന്നു വരാനിടയുള്ള തെറ്റായ പ്രവണതകളെ നിയന്ത്രിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള സമീപനമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. സാധാരണ CPIM പ്രവർത്തകന്മാർ ഓഫീസുകളിൽ ബന്ധപ്പെടുന്നത്, സംസാരിക്കുന്നത് എല്ലാ കാലത്തും ജനങ്ങൾക്ക് വേണ്ടി അത്തരമൊരു സമീപനം സ്വീകരിക്കാറുണ്ട്. ഇപ്പോഴും ആ സമീപനം സ്വീകരിക്കാറുണ്ട്. പോലീസ് സ്റ്റേഷനിലൊന്നും CPMൻ്റെ ആളുകൾക്ക് പോകാൻ പാടില്ല, വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പാടില്ല, പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു വിലക്കും പ്രശ്നങ്ങളും ഇന്ന് കേരളത്തിലില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇപ്പോൾ മുൻകാലങ്ങളിൽ എങ്ങനെയെല്ലാം CPMൻ്റെ പ്രവർത്തകന്മാർ ഇടപെട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഇടപെടുക എന്നുള്ളത് തന്നെയാണ് നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക അതിർവരമ്പ് പോലീസ് സ്റ്റേഷനിൽ മുമ്പ് ഞങ്ങൾ ഇടപെട്ടത് എങ്ങനെയാണ്? ഞാനിവിടെ പേരാമ്പ്രയിൽ CPIMൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ട് ദീർഘകാലം ഒരു 10 വർഷത്തോളം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ നിരവധി പ്രശ്നങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടല്ലോ, ഞാൻ ഇടപെട്ടിട്ടുണ്ടല്ലോ. പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും ഒരു തെറ്റായ രീതി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും ഞങ്ങളാരും സ്വീകരിച്ചിട്ടില്ല. ചിലപ്പോൾ ചില ആളുകൾ ഏതെങ്കിലും തെറ്റായ രീതി സ്വീകരിച്ചിട്ടുണ്ടത് പാടില്ല എന്നുള്ള സമീപനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് CPIMൻ്റെ ഉയർത്തിപ്പിടിച്ച ഒരു പൊതു നിലപാടിൻ്റെ ഭാഗമായും പാർട്ടി പരിപാടിക്കകത്ത് തന്നെയും ഗവൺമെൻറ്റിൽ പങ്കാളിത്തം വഹിച്ചു കഴിഞ്ഞാൽ എന്താണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ മാർഗനിർദ്ദേശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സജീവമായി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്